ഹായ് ഹലോ ഗെയ്സ്, നമ്മളിപ്പോൾ ഒരു മൂവി കാണാൻ വേണ്ടിയാണ് പോകുന്നത്. തിയേറ്ററിലാണ് വന്ന് നിൽക്കുന്നത്. നമ്മൾ 1 മണിക്കൂർ മുന്നേ വന്നതാണ് കേട്ടോ. നമ്മളതുകൊണ്ട് അവിടെ കട്ട പോസ്റ്റാണേ. ഈ മൂവി വേറെ ഒന്നുമല്ല, മൂവി കുഞ്ചാക്കോ ബോബൻ്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, അതാണ് കേട്ടോ മൂവി. നമ്മൾ 1 മണിക്കൂർ തന്നെ ഞാൻ പറഞ്ഞത് പോസ്റ്റാന്ന് പറഞ്ഞിട്ട് അവിടെ കുറേ നേരം വന്നിരുന്നു വായി നോക്കിയൊക്കെ ഇരുന്നു മടുത്തു. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നമ്മൾ ഈ പ്രാവശ്യം ബൈക്കിനാണ് പോയത്. കുഞ്ഞാവയാണെങ്കിൽ ഹെൽമെറ്റ് വെക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഹെൽമെറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൾ വന്ന് വഴക്കൊക്കെ ആയിരുന്നു, അതൊക്കെ വെച്ച് കൊടുത്തു. ഞാനിപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചു കേട്ടോ വെറുതെ. പിന്നെ 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്ത ശേഷം തിയേറ്ററിലേക്ക് കയറാൻ സമയമായി. അപ്പോഴത്തേക്കും ഞാൻ എന്താ പോപ്കോണൊക്കെ വാങ്ങിച്ചു കേട്ടോ. നമ്മൾ മെയിനായിട്ട് തിയേറ്ററിൽ വരുന്നതിന് ഒരു ഉദ്ദേശം കൂടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പോപ്കോൺ, ഈ ഒരു തിയേറ്ററിൽ പോപ്കോൺ നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറെ ഒന്നും കഴിച്ചില്ലെങ്കിലും കുഞ്ഞാവ് ഇവിടുത്തെ പോപ്കോൺ വാരി വാരി കഴിക്കും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ ബാൽക്കണിയിലാണ് കേട്ടോ നമ്മൾ സീറ്റ് എടുത്തിരുന്നത്, ടിക്കറ്റ് എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ ബാൽക്കണിയിലേക്ക് കയറിച്ചിരുന്നു. നമ്മൾ തിയേറ്ററിൽ കയറിയിരുന്നു കേട്ടോ. തിയേറ്ററിൽ കയറിയപ്പോഴൊക്കെ ഒരു കാര്യം മനസ്സിലായി, നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ സിനിമ കാണാൻ വേണ്ടിയിട്ട്. അധികം ആളൊന്നുമില്ല. കാരണം സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് നാളായി, കുറച്ച് ദിവസമായതുകൊണ്ട് തന്നെ ആളുകൾ കുറവായിരുന്നു. നമ്മൾ തിയേറ്ററിൽ നമ്മൾ ഫ്രീഡത്തോടെയാണ് ഇരുന്നത് കണ്ടോ. ഞങ്ങളുടെ സീറ്റിൻ്റെ അടുത്തൊന്നും ആരുമില്ല. പിന്നെ ഇതാ സിനിമ തുടങ്ങി കേട്ടോ. ഇതാ കുഞ്ചാക്കോ ബോബൻ്റെ ഫസ്റ്റ് എൻട്രിയാണ്, ഒരു പവർഫുൾ എൻട്രി തന്നെയായിരുന്നു ഇത്. നല്ല സൂപ്പറായിരുന്നു. എന്താണ് സിനിമ എനിക്ക് കണ്ടതിൽ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സിനിമ ഒരിക്കലും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കുഞ്ചാക്കോ ബോബൻ്റെ നല്ല സിനിമകളിൽ കുറേ സിനിമകളിൽ ഒന്ന് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ചാൽ ഇതൊരു ത്രില്ലർ മൂവിയാണ്. ത്രില്ലർ മൂവി എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു മൂവിയാണിത്. ഈ ഒരു മൂവിയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഡ്രഗ്സിൻ്റെ യൂസും അതുപോലെ തന്നെ കുട്ടികളിൽ നടക്കുന്ന അബ്യൂസുകളെ പറ്റിയിട്ടൊക്കെയാണ് മെയിനായിട്ടും മൂവിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജനറേഷനിലുള്ള കുട്ടികളെല്ലാവരും തന്നെ കണ്ടിരിക്കേണ്ടതാണ്. പിന്നെ ഫാമിലിയും എല്ലാവരും വന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു മൂവിയും കൂടെയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൽ നല്ല ഒരു മെസ്സേജും തരുന്നുണ്ട് അതിനെപ്പറ്റി. അപ്പോൾ എല്ലാവരും കണ്ടിരിക്കേണ്ട നല്ലൊരു സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓവറോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമ്മളത് കഴിഞ്ഞ് ഒരു പോപ്കോണും കൂടെ വാങ്ങി കേട്ടോ. ആ പോപ്കോൺ തീർന്നു, കുഞ്ഞാവ് തന്നെ തീർത്തു. അവൾ വാരി വാരി കഴിക്കുന്നുണ്ടായിരുന്നു. അത് രണ്ടാമത്തത് ഇതിപ്പോൾ ഞാനാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവൾ ഫുള്ള് അപ്പം തന്നെ വാരി തീർക്കും. അവളും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു സിനിമ. അവൾ ഉറങ്ങിയില്ല കേട്ടോ. സാധാരണ സിനിമ കാണുമ്പോൾ അവൾ ഉറങ്ങുന്നത്, ഈ സിനിമ ഒന്നും അവൾ ഉറങ്ങുന്നില്ല. കാരണം നല്ല ത്രില്ലിംഗ് ഒക്കെ ആയതുകൊണ്ട്, പാട്ടും നല്ല മ്യൂസിക്കൊക്കെ ഉള്ളതുകൊണ്ട് അവളും കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ പോയി കാണുക.